കഴിഞ്ഞ ട്രംപ് ഭരണകൂടം 2016 അധികാരമേറ്റ സമയത്ത് അദ്ദേഹം നടപ്പാക്കിയ ഒരു സംഘടന അല്ലെങ്കിൽ അബ്രാഹമിക് അക്കോർഡ് എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിൽ വിശ്വസിക്കുന്ന ആ സന്തതി പരമ്പരയിൽ വിശ്വസിക്കുന്ന ആത്മീയമായിട്ടുള്ള മതങ്ങളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമും. അപ്പോൾ ആ അബ്രാഹത്തിൻ്റെ അണ്ടറിലുള്ള അബ്രാഹമിക് അക്കോർഡ് എന്ന് പറഞ്ഞാൽ മധ്യപൂർവേഷ്യയാണ് അതിൻ്റെ ആസ്ഥാനം, പ്രത്യേകിച്ച് ജെറുസലത്തിൽ തന്നെ അൽ അക്സ മോസ്ക്, അവിടെയാണ് 3 മതങ്ങളുടെയും ഒരു ആസ്ഥാന കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഈ അൽ അക്സ മോസ്ക് ഇസ്ലാം ഇന്ന് വെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെ ഈ അവരുടെ കായിക ബലം പ്രയോഗിച്ച് അവരുടെ കൈപ്പിടിയിലാക്കി അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരാണ് മുൻകാലങ്ങളിൽ ഒരു 3000 വർഷം മുമ്പ് ഒക്കെ സോളമൻ രാജാവ്, അതായത് ക്രിസ്തുവിനും 1000 വർഷം മുമ്പാണ് സോളമൻ രാജാവ് അൽ അക്സ മോസ്ക് എന്ന് പറയുന്ന ഇന്ന് അവരിയ്ക്കുന്ന ആ ഒരു സ്ഥലമുണ്ടാക്കിയത്. പിന്നീട് ഈ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സ്ഥലത്തെ 1400 വർഷം മുമ്പ് നബി വന്ന് അവരുടെ ഇതാക്കി. അതിന് ചരിത്രപരമായിട്ടുള്ളൊരു നിലനിൽപ്പില്ല. കാരണം അവരുടെ മക്ക മദീനയും അലക്സ മോസ്കുമായിട്ടുള്ള വ്യത്യാസം ഞാനത് മുൻ വീഡിയോസിൽ പറഞ്ഞതാണ്. 40 വർഷത്തെ വ്യത്യാസമാണ്. അതിൽ ഒരിക്കലും അത് നിലകൊള്ളില്ല. കാരണം ഇതൊക്കെ 1000, 2000, 3000 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചകഞ്ഞു നോക്കിയാൽ കിട്ടാവുന്ന കണക്കുകളാണ്. അത് ആർക്കിയോളജിക്കൽ സർവേയുമായിട്ടും മറ്റുമായിട്ടൊക്കെ നമുക്ക് ചകഞ്ഞ് കിട്ടുന്ന സത്യങ്ങളാണ്. അപ്പോൾ ഈ അൽ അക്സ മോസ്ക് പണിത് സോളമൻ രാജാവാണ്. അതിനെ 3000 വർഷം മുമ്പ് പണിതതിനെ 1400 വർഷം മുമ്പ് സുലൈമാനാക്കി മാറ്റി. അപ്പോൾ അവിടെ നിന്നും ജൂതന്മാർ അടിച്ചോടിക്കപ്പെട്ടു. 3000 വർഷം ചിന്നിച്ചിതറിപ്പോയി. നമ്മുടെ മട്ടാഞ്ചേരിയിലൊക്കെ വന്നവർ, മട്ടാഞ്ചേരിയിലും മാളയിലൊക്കെ അവർ വന്ന് അവർക്ക് അഭയം കൊടുത്തതാണ് ഇന്ത്യയും കേരളമൊക്കെ അന്ന് അക്കാലങ്ങളിൽ അഭയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇന്ന് നടക്കുന്ന സംഭവങ്ങളുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ UAE എവിടെ എത്തി നിൽക്കുന്നു, സൗദി അറേബ്യ എവിടെ എത്തി നിൽക്കുന്നു, ഇത്രയും തീവ്രമായ 1400 വർഷമായിട്ട് യുദ്ധം ചെയ്തിരുന്ന ആ ഇതുകൾ, ആ ഒരു മതം, സുന്നി വിഭാഗം ഇന്ന് ഇറാനെതിരെ ബോംബിയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് രഹസ്യമായിട്ട് സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഈ 3 രാജ്യങ്ങളും രഹസ്യമായിട്ട് ഇറാൻ ആക്രമിച്ചു. അതിപ്പോഴാണ് പുറത്തു വരുന്നത്. കാരണം UAE ഇസ്രായേലിനേക്കാളും കൂടുതൽ ഇറാൻ ആക്രമിച്ചത് UAE-നാണ്. 2800 പ്രൊജക്ടൈൽസ്, ഡ്രോണായിട്ടും മിസൈലുകളായിട്ടും. കാരണം ഇറാൻ തന്നെ ആ ഒരു കർത്തവ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഇറാൻ തിരിച്ചടിക്കാതിരിക്കില്ലല്ലോ. കാരണം അവരെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരിക്കുകയാണ്. ഒപ്പം ഇവിടെ അവർക്ക് UAE-ക്ക് ഈ ഒരു പതറിയപ്പോൾ ഒരു ജൂതനെ വിളിച്ചു വരുത്തി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അയോൺ ഡോം സ്ഥാപിച്ചു. ബെഞ്ചമിൻ നെത്തന്യാഹു അബുദാബിയിലെത്തി രഹസ്യമായിട്ട്. ഇന്നും UAE ഗവൺമെൻറ് അത് ഇത് ചെയ്യുന്നില്ല. കാരണം അവിടുത്തെ മുസ്ലിം വിശ്വാസികൾക്ക് ഒരു ജൂതനെ ഞങ്ങളിന്ന് രക്ഷിക്കൂ എന്ന് പറയേണ്ട സ്ഥിതി UAE-ക്ക് വന്നു എന്നുള്ളതാണ്. അത് UAE അവിടെ ഏറ്റവും ലിബറലായിട്ടുള്ളൊരു ചിന്താഗതിയുള്ള ഒരു പരിഷ്കൃത സംസ്കാരത്തിലേക്ക് പോകുന്ന ഒരു രാജ്യമാണ് UAE. UAE കഴിഞ്ഞിട്ടേ ഇന്ന് ലോകത്തിലൊരു രാജ്യമുള്ളൂ. ദുബായും ഒട്ടനവധി നമ്മളെ മലയാളി സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ പൗരത്വം വരെ നാളെ അവർ കൊടുക്കും. ഇപ്പം ഗോൾഡൻ വിസ കൊടുക്കുന്നുണ്ട്, പൗരത്വത്തിലേക്ക് എത്തിപ്പെടും. ഒരു 10-20 വർഷത്തിലേക്ക് അവർ പൗരത്വം കൊടുക്കുമെന്നാണ് എൻ്റെ ഈ പോക്കി പോകുന്നത്. മധ്യപൂർവേഷ്യ മൊത്തം മാറണാണ്. അപ്പോൾ ഈ അബ്രാഹമിക് അക്കോർഡിലുള്ള ഈ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗദി അറേബ്യ അതിന് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UAE അതിൽ ഭാഗമാണ്, ബഹ്റൈൻ, പിന്നെ അങ്ങനെ ഒട്ടനവധി അറബ് സുന്നി രാജ്യങ്ങൾ അതിൻ്റെ ഇതൊക്കെയാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. അവർ പറയുന്നത് നമ്മുടെ മതം കൊന്നു വേണം വളരാനായിട്ട്, കൊന്നും ഭീഷണിപ്പെടുത്തിയും ഭയം ജനങ്ങളിൽ ഇത് ചെയ്തും കക്കാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമായിട്ടായിരിക്കണം നമ്മുടെ വിശ്വാസം നിൽക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ അവരുടെ മതഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, എഴുതി വെച്ചിരിക്കുകയാണത്. അതിൽ നിന്നും മാറുകയാണ്
സുന്നി ലോകം, അറബ് ലോകം, GCC രാജ്യങ്ങൾ. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് 2016 ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ മൈക്ക് പോംപിയോ അന്നത്തെ ട്രംപിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയാണ്. അദ്ദേഹം സൗദി അറേബ്യയിലെ ഒരു വിജനമായ പ്രദേശത്ത് അവിടെ നെത്തന്യാഹു വന്നു. മൈക്ക് പോംപിയോ പോയി നെത്തന്യാഹുവിനെ കൊണ്ടുവന്ന് സൗദി രാജാവ് MBSുമായിട്ട് ആ കാലഘട്ടത്തിൽ ചർച്ച നടത്തി. അവർ തമ്മിൽ ധാരണകൾ, ഇവരിപ്പോഴും ആ രഹസ്യ ധാരണകളുമായിട്ട് പോകാൻ കാരണമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ജനങ്ങളുണ്ട്. വളരെ ചെറിയ ജനസംഖ്യയാണ് അറബ് രാജ്യങ്ങളിൽ ഉള്ളതെങ്കിൽ കൂടി അവരെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോഴും രഹസ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇവർ മാത്രമല്ല, ഇറാഖിൽ 2 എയർ സ്ട്രിപ്സ് ഉണ്ട്. ഇസ്രായേലിന്, ജൂതന് എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങളെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇറാഖിൽ 2 ബേസുകൾ അവരിട്ടു. അത് അവരുടെ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അതിർത്തിയിൽ ഇറാൻ അടിക്കാനായിട്ട്. ഇത് ഇറാൻ്റെ സർക്കാരിന് അറിയാണ്ടല്ലോ. ഒരു സർക്കാരിൻ്റെ ദൂരം ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്ത് അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും വേറൊരു ശക്തി വന്ന് ഇറങ്ങുമ്പോൾ ആ രാജ്യം എങ്ങനെ പോയാലും അറിയും. അപ്പോൾ ഇറാൻ്റെ സമ്മതത്തോടു കൂടിയ 2 ബേസുകൾ അവരവിടെ പണിതു രഹസ്യമായിട്ട്. അങ്ങനെ രഹസ്യ കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രംപും നെത്തന്യാഹുവും ജൂതന്മാരും മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വിജയത്തിലേക്ക് അടുക്കുന്നു. ഇപ്പോൾ ട്രംപ് ആവുന്നത്ര യുദ്ധത്തിന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് ഇറാനെ വലിപ്പിച്ച് കൊണ്ടുവരാണ്. ചിലപ്പോൾ ഒരു പക്ഷെ അത് അവിടെ ഭിന്നിപ്പുണ്ട്, സമ്മതിക്കാത്ത സ്ഥിതിയിൽ വന്നാൽ വലിയൊരു അടി ഇറാന് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ UAEയിൽ അയൺ ഡോം, ജൂതൻ്റെ അയൺ ഡോം വെച്ചിരിക്കുകയാണ്. സംരക്ഷണ വലയം ജൂതൻ തീർത്തു കൊടുത്തിരിക്കുകയാണ് അറബിക്ക്. അപ്പോൾ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു 20 വർഷം 30 വർഷം മുമ്പ് ഇതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അത്തരം ശത്രുതാ മനോഭാവത്തോടെയാണ് മുസ്ലിമുകളും ജൂതന്മാരും സഹവസിച്ചിരുന്നത്. ഇപ്പോൾ മധ്യപൂർവേഷ ജൂതൻ്റെ കയ്യിലൊതുങ്ങി. അവരുടെ സംരക്ഷണം നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു മിലിറ്ററീനെ UAEയിൽ അയൺ ഡോം വെച്ച് അവിടുത്തെ പ്രധാനമന്ത്രി നെത്തന്യാഹു ഈ അറബ് രാജ്യത്ത് വന്ന് സൗദിയിലും UAEയിലും വരണമെങ്കിൽ എവിടെ എത്തി നിൽക്കണു? അതായത് ഒരു ഇസ്ലാം ജനിച്ച് വരുമ്പോൾ, വളർന്നു വരുമ്പോൾ മദ്രസകളിൽ പഠിപ്പിക്കുകയാണ് ജൂതൻ നമ്മുടെ ശത്രുവാണ്, അവനെ കണ്ടവിടുത്ത് കൊല്ലണം, അല്ലെങ്കിൽ കാഫിറിനെ കൊല്ലണം എന്നിൽ നിന്നും ഇന്ന് UK വീണു. ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഇസ്ലാമിക അധിനിവേശത്തിന് അടിമപ്പെട്ടാലും UAE അല്ലെങ്കിൽ ആ ഗൾഫ് രാജ്യങ്ങൾ വലിയൊരു മാതൃകയായിട്ട് മനുഷ്യ സമൂഹത്തിന് ഒരു പരിഷ്കാരം അല്ലെങ്കിൽ ഇതിലേക്ക് സംസ്കൃതിയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്കാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്.